ചന്ദനമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു. മാലയം പൂണ്ട് മനം തെളിഞ്ഞു ദേവി ഭർത്താവ് കല്യാണ നിറപന്തലിൽ നില പാർക്കുന്നു. മാലയും പൂണ്ടു മനം തെളിഞ്ഞു ദേവി ഭർത്താവ് കല്യാണ നിറപന്തലിൽ നില പാർക്കുന്നു. ഏകമാല ദേവിയുടെ വളകഴുത്തിൽ വീഴുമ്പോൾ യോഗമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു. ചെത്തിമാല ദേവിയുടെ തൃക്കഴുത്തിൽ വീഴുമ്പോൾ ഋതവുമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു. അഞ്ജനമാല ദേവിയുടെ തൃക്കഴുത്തിൽ വീഴുമ്പോൾ ചന്ദനമാല ഭർത്താവിന്റെ കഴുത്തിലും വീണു. മലയും കൊണ്ട് മരം തെളിഞ്ഞു ദേവി ഭർത്താവ് കല്യാണ നിറപന്തലിൽ നില പാർക്കുന്നു. തിരുമേനിക്കുട്ടി അങ്ങോട്ട് എണീറ്റേ എന്നാ ഇല്ലത്ത് കിടന്ന് ഉറങ്ങിയാ പോരായിരുന്നു. അങ്ങോട്ട് വാ, ഞാൻ കൊണ്ടുപോയി വിട്ടുതരാം. അങ്ങോട്ട് അച്ഛൻ നമ്പൂരി. അച്ഛൻ നല്ല സുഖമില്ല, വാദത്തിന്റെ അസുഖം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വയസ്സായി വരുമല്ലേ? പക്ഷേ മനസ്സിനാണ് ഏറെ അസുഖം. സുമംഗലെ ഒരു വഴിക്കാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൂട്ടുവോക്കോ? ഹായ്, ഏത് സിനിമയുടെ നോട്ടീസ് ഓപ്പോളെ? പ്രേമഗീതങ്ങളാ? അതേലോ. ആരാ അത്? നെടുമുടിയാ? ഇഷ്ടന്റെ ഒരു ഗമ കണ്ടില്ലേ? ആ, എന്താ അപ്പോൾ ഈ നോട്ടീസ് ഇങ്ങനെ? എങ്ങനെ ഇങ്ങനെ? ഹരി, നോട്ടീസ് ഇങ്ങിതാ. തരില്ല. നിന്നെ ഞാനിന്ന് കാണിച്ചു തരാം. ഹരി, എന്തിനാ ഹരിയെ ഓടിക്കുന്നത്? വികൃതി കാണിച്ചിട്ട്. എന്ത് വികൃതി? ഹരി പറയണ ഞാൻ ഒന്നില്ല. പറഞ്ഞോളൂ. ഞാൻ പോട്ടെ. നിൽക്കൂ, വരമ്പ് വീതി കുറഞ്ഞതാണ്, വീഴും, സൂക്ഷിക്കണം. ദേ കണ്ടില്ലേ അമ്മേ രാജരാജ തൊഴിയും കുട്ടികളെ. സുമംഗലെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഞാനൊരു വിവാഹത്തിന് തയ്യാറാകേണ്ടി വരും. സ്ത്രീധനം തരാൻ കഴിവുള്ളൊരു പെണ്ണിനെ അല്ലേ? ഞാൻ നിസ്സഹായനാണ് നന്ദിനി. ഞാനൊന്നും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്, ശ്രീകോവിലിന്റെ ചുമരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മൺചെരാതാണ് ഞാനെന്ന്. കരിപുരണ്ട മുഖവുമായി എന്നെന്നും കൈകൂപ്പി നിൽക്കുക, അത്ര തന്നെ. നന്ദിനി, എനിക്ക് ദുഃഖമില്ലെന്നാണോ നിന്റെ വിചാരം? നന്ദിനി നടന്നോളൂ. സാറേ. ഓ, നിങ്ങളോ? എന്താ ഇവിടെ? എന്റെ വീട് ഇവിടെയാ.
സാർ എവിടേക്കാ? വളക്കച്ചവടത്തിന് ഇറങ്ങിയതാ. എന്തിനാ സാറേ നമ്മളോട്? വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. വരുന്നോ? എനിക്കിവിടെ വേറെന്താ പണി? ഇവിടെ നാടൻ പാട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നാടൻ പാട്ടോ? എന്താ സാറേ ഈ നാടൻ പാട്ട്? നാടൻ പാട്ട് എന്താണെന്ന് അറിയില്ലേ? അങ്ങനെയൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. അത് പിന്നെ അറിയാഞ്ഞിട്ടില്ല. പക്ഷെ അതെങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരിക? നാടൻ പാട്ടെന്ന് വെച്ചാൽ ഇപ്പൊ മനസ്സിലായി. പുള്ളോൻ പാട്ടല്ലേ? അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, എന്റെ കൂടെ വാ. എത്ര നേരമായിടോ തന്നെയും കാത്തിരിക്കുന്നു. ദാ ഈ സാറിനെ കണ്ടോ? തന്റെ പാട്ട് കേൾക്കാൻ വന്നതാണ്. എന്റെ പാട്ട് കേൾക്കാൻ വന്നതാണെന്നോ? അതെ, പാട്ട് കേൾക്കാൻ ഇവിടെ വരെ വന്നു. എന്താ? ഞാൻ പാട്ട് നിർത്തി സാറേ. 2-3 കൊല്ലായി. എന്താ കാരണം? ഉള്ളോം പാട്ട് ആർക്കും വേണ്ടതായി. ഇപ്പൊ കൂലിപ്പണിക്ക് പോവാ. എന്തായാലും ഒന്ന് പാട്. സാർ ഇതിന് തന്നെയായിട്ട് വന്നതല്ലേ? ഇവറ്റയുടെ സ്വരം ഇപ്പൊ ശരിയാവില്ലേ? ഇങ്ങോട്ട് വരാൻ. ഗണപതിയോ ശിവനോ വാണി ദേവിയോ തുണരുളേണമെന്ന് സൽക്കഥ ചൊല്ലുവാൻ കന്നിമാസത്തിലെ ആയില്യ നാളില് പന്നകറാണിയാം കദ്രൂപെറ്റുണ്ടായ ശ്രേഷ്ഠനന്ദനും വാസുകി രക്ഷകൻ കാർക്കോടകൻ തൊട്ടുള്ളായിരം നാഗങ്ങൾ കളമെത്തി നിന്നാടുവാനിഷ്ടമായുള്ളൊരു വീണ പാടുന്നുണ്ട്. ചിത്തിര കാൽനാട്ടി ചെലുള്ള വന്തലിൽ ചെത്തിയും ചെമ്പകം വിച്ചകം താമര പൂക്കുലമാവില മേലാത്തിനാകെ അഴകു ചാത്തുന്നുണ്ട്. മണിചിത്രകൂടത്തിൻ വിളയാടനാടിവ മണിക്കന്റെ ദീപം തെളിച്ചുവാ. മണിചിത്രകൂടത്തിൽ വിളയാടനാടിവ മാണിക്യക്കല്ലിന്റെ ദീപം തെളിച്ചുവാ. നൂറും നാളമിതുള്ള നഗങ്ങളെ നൂറു ദോഷങ്ങൾ
ചെയ്യുക. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഏയ് ഏയ് അസലായിട്ടുണ്ട്, അസലായിട്ടുണ്ട്. ഇതിരിക്കട്ടെ. ഇതുപോലെ ഞാൻ ഒരിക്കലും പാടിയിട്ടില്ല. എനിക്ക് ആനന്ദം മാത്രം മതി. വാങ്ങിച്ചോളൂ, എന്റെ സന്തോഷത്തിനെ തരുന്നതാ. വേണ്ട സാർ. പാവം വേണ്ടാഞ്ഞിട്ടായിരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്ക് സാറേ പതുക്കെ 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 പതുക്കെ. അമ്മോ ഇപ്പൊ വീണനെ. സാറേ പാട്ട് എങ്ങനെ? ടേപ്പ് റെക്കോർഡർ കൊണ്ടുവരാഞ്ഞത് വലിയ നഷ്ടമായി പോയി. ആ, തന്റെ വീടെത്തിയല്ലോ. അത് വേണ്ട, ഞാൻ സാറിന്റെ കൂടെ വന്നിട്ട് സാറിനെ വിട്ടിട്ട് വന്നോ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഹരി, നമുക്ക് അമ്പലത്തിന്റെ അവിടെ പോയിരിക്കാം. കളറിന്റെ പാടസം കളിക്കാൻ പോവാ. സുമേ, ഇങ്ങോട്ട് വരൂ. എന്താ, എന്നെ പേടിയാണോ? എനിക്ക് ഈ ഗ്രാമം വളരെ ഇഷ്ടപ്പെട്ടു, ഈ ഗ്രാമത്തിലുള്ളവരെയും. എവിടെയും ദുഃഖത്തിന്റെ ദൃശ്യങ്ങൾ. സുമയുടെ കണ്ണുകളിലും ദുഃഖം. എനിക്കോ? എനിക്ക് ദുഃഖമില്ല. പിന്നെ ഈ കാണുന്നതോ? വിനയനിൽ നിന്നും പകർന്നതായിരിക്കും. വിനയൻ എന്തിനാ തനിച്ചു ഇവിടെ വന്നിരിക്കണത്? ദൈവങ്ങൾ പോലും സ്ഥലം വിട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ മറ്റൊന്നും പേടിക്കാനില്ലല്ലോ. പണ്ട് ഇല്ലമ്മകയായിരുന്നു ഈ ക്ഷേത്രം. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദേവിയായിരുന്നു പ്രതിഷ്ഠ. ഇല്ലം ക്ഷയിച്ചപ്പോ അമ്പലവും ക്ഷയിച്ചു. ഒരു ദിവസം രാവിലെ ശ്രീകോവിലിന്റെ വാതിൽ പൊളിഞ്ഞു കിടന്നു. വിഗ്രഹം ആരോ മോഷ്ടിച്ചുകൊണ്ടു പോയത്രേ. പക്ഷേ ദേവി മാത്രം സ്ഥലം വിട്ടില്ല, അല്ലേ? ദേവി ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. എവിടെയൊക്കെ നോക്കിന്നാ? അമ്മളി കയറി പൊട്ടിച്ചാ അതിന്റെ വഴിക്ക് പോയി. ഞാൻ പോവാ. അമ്മയുടെ പേരാ? നാട്ടുകാരുടെ പേരാ. അമ്മയുടെ പേര് ഞാൻ തന്നെ മറന്നു. എന്താ കൊടാണി എന്ന് വെച്ചാ? കൊടടാണിയാ? ആ, കിളിക്ക. അത് തന്നെ കൊടമണി. മേനോന്റെ നായ കഴിക്കൂ. ആയ അടിക്കാൻ വന്നാ തന്നെ കൊടാണിയില്ലേ? എങ്ങനെയാ ഈ പൂ പൊട്ടിക്ക? അതിന് വഴിയുണ്ട്. കേറിക്കോ. ഈ പൂ കിട്ടില്ലല്ലോ. കുട്ടിയെ, തിരുമേനി കുട്ടിയെ, വേഗം പൂ പൊട്ടിച്ചോ. ഇവിടെ അപ്പിടി പെശക നിറച്ചു ഉറുമ്പ. കേറി പോട്ടെ. ഉറുമ്പേ അല്ല കുട്ടിമ്പൂരി ഇവിടക്ക എന്താ ഇല്ലത്തേക്കാ? തനേന്ന് ആരാ? വിരുന്നുകാരി ചോറുണ്ണാനായിരിക്കും. അയ്യോ ഉറുമ്പ്, ഞാൻ പോട്ടെ. ആ ദാസനാരുടെ പറമ്പിൽ കൂടി ചാടിക്കോ. അവരുടെ മുമ്പത്താ. കൊടാനിയരെ, നിങ്ങൾക്ക് വേറെ പണിയില്ലാച്ചാല് ഇനി ഒന്ന് ഒന്തി തന്നളാ. നടാ 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 നടാ.
ഓ നിങ്ങളൊക്കെ കൂടി അങ്ങോട്ട് തീരുമാനിക്കുക. നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം. എന്താ കേടാം? സംശയമില്ല. ഇത് ധനു അടുത്ത മാസത്തിലായാലോ? കുറച്ചിട വേണ്ടി വരും. ഒക്കെ ഒന്ന് ശരിയാവണല്ലോ. വേണല്ലോ. മകരം അവസാനം അങ്ങോട്ട് ആയിക്കോട്ടെ. ശുഭസ്യ ദീർഘം നല്ലേ. പിന്നെ സ്ത്രീധനത്തിന്റെ കാര്യം നമ്മുടെ മഹാറിലായിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നാ തീരുമാനം. സ്വത്തരോ ചേർത്തേ കാര്യം. എന്നാ എണ്ണീക്ക, കാപ്പി കഴിച്ചിട്ടാവാൻ വർത്താനം. എന്താ മുഷിയില്ല. ഈ കുട്ടി ലേശം ചട്നി, ഇഡ്ഡലി. വെള്ളം എവിടെയുണ്ട്? കൂടുതൽ കാര്യങ്ങള് ശരി. മറ്റേ കുട്ടി മാഷയുടെ ഉടപ്പറന്നോളാന്നല്ലേ പറഞ്ഞത്? ആ കുട്ടിക്ക് വയസ്സ് എത്രയായി? ഓഹോ, എല്ലാം ഒന്നും കിട. അല്ല ഞാൻ ഒരു മാറ്റായിട്ട് ഇവരുടെ കാര്യം അങ്ങോട്ട് ആലോചിച്ചാൽ എന്താ? അതായത് ഈ അങ്ങോട്ടും ആയാലോന്ന് ഇദ്ദേഹത്തിന്റെ മകന് ഇതും കൂടി ഒന്ന് ആലോചിക്കണ്ടേ? ശിവ ശിവ, വേളി പെങ്കോട്ട ഇവ കാര്യങ്ങളെ കുട്ടികളുടെ അഭിപ്രായം ചോദിക്കേ. അടുത്ത വീട്ടിലെ വാരസ്യാരാ, പാവാ. ഇതിനെന്താ ഇത്രയ്ക്ക് അങ്ങോട്ട് ഇവിടുത്തെ കുട്ടിക്കാണ് ചോദിക്കണില്ലേനും. എന്താ ഉണ്ണി? അമ്മയുടെ Sensitivity is not caused by food, but by exposed dentine. Signal Sensitive Expert with HAP mineral and zinc provides relief in 30 seconds and prolonged protection. Signal provides the right solution. And now, new Signal with more benefits. ഉപദ്രവില്ലേ? നന്ദിനി, വിശന്ന അമ്മ അങ്ങനെ നാരായണ 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 കൃഷ്ണ 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 നാരായണ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കാം. അതിനെ യോഗം ഉണ്ടാവും. അച്ഛൻ കുളിക്കണില്ലേ? അലവിക്കുട്ടി വന്നെടുക്കണോ? അമ്മിണി കൊണ്ടുപോവാൻ. ദേവസ്വത്തിൽ കൊണ്ടുവരാ. അച്ഛൻ കാണുന്നുണ്ടായോ? എന്താ ഒന്നും മിണ്ടാത്തെ? കണ്ടോന്ന് തോന്നണോ? എന്തേലും പറയണ്ടായോ?
എവിടെയെങ്കിലും ശബ്ദം കേൾക്കുണ്ടായോ? അച്ഛനാ. മുഖത്ത് ക്ഷീണുണ്ട്, ഉറങ്ങിയിട്ടുണ്ടാവില്ല അല്ലേ? അച്ഛൻ നമ്പൂതിരി കുളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് പോയി കുളിച്ചു വന്നോളൂ. ആരന്റെ ദാരൂതന്റെ ശങ്കരനായാരേ, കാട്ടാമ്പാൽ നല്ലമ്മായിയുടെ ശങ്കരനായാരേ, തരികട തിമിതേ ശങ്കരൻ നായാടിതാ പാടി കളിക്കുന്നു. എന്തെന്ത് കല്ല് മുറിച്ച് എന്താ സുമംഗലേത്? ഏത് സമയത്തും ഇങ്ങനെ പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? അകത്ത് എത്ര പണികളുണ്ട്. ശങ്കരനായാരേ, തരികട തിമിതേ എന്തെന്ത് കല്ല് മുറിച്ച് അമ്പല പണി ചെയ്ത്, ചെങ്കല്ല് കല്ല് മുറിച്ച് അമ്പല പണി ചെയ്ത്, തരികട തിമിതേ ആരന്റെ ദാരൂതന്റെ ശങ്കരനായാരേ, കാട്ടമ്പാൽ നല്ലമ്മായിയുടെ ശങ്കരനായാരേ, തരികട തിമിതേ ആരന്റെ ദാരൂതന്റെ ശങ്കരനായാരേ, ആരന്റെ ദാരൂതന്റെ ശങ്കരനായാരേ. ഊണിന് നായര് മുൻപും പടയ്ക്ക് നായര് പിൻപും എന്ന് പറഞ്ഞതാ അവന്റെ ഗതി. ആ കുട്ടിയുടെ മുഖം കാണുമ്പോ വല്ലാത്തൊരു വിഷമം. ഞാൻ എന്താ ചെയ്യാ? കീഴടത്തണെങ്കിലും വാസുദേവന്റെ കാര്യം അവരോട് തുറന്നു പറയായിരുന്നില്ലേ? ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തോട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ കണക്കാ എന്റേത്. ഇനിയിപ്പൊ ദൈവവിധിന്ന് അങ്ങോട്ട് നിരീക്ക, അല്ലാതെ എന്താ ചെയ്യാ? എന്താണോ നോക്കി നിൽക്കണേ? അതിനൊന്ന് പിടിച്ചു കൊടുത്തുകൂടെ എനിക്ക്? തിന്നാൻ മാത്രമേ ഉള്ളൂ മറ്റേ കൊണ്ട്. നോക്കി നിൽക്കാതെ അതിനെ കൊണ്ട് പിടിക്കണോ? കൊടുത്തോടങ്ങിക്കൊള്ള. മൂക്കേർമ പിടിക്കാ മനുഷ്യനെ കൊണ്ട പിടിച്ചു കൊടുത്തുകൂടെ? ഒഴിച്ചു കൊടുക്കാണ്. പിടിച്ചോളാം പിടിച്ചോളാം പിടിച്ചോളാം. എന്തിനാ എല്ലാ സമയം ഇങ്ങനെ ചെയ്യണേ? പുറത്തൊക്കെ ഒന്ന് നടന്നു വന്നോടെ. അമ്മേ, കുറച്ച് എണ്ണ തരൂ. ഇന്ന് വ്യാഴാഴ്ചയില്ലേ ആയുള്ളൂ? എനിക്കല്ല, തലയിലിടാനാ. പതിവായി തേച്ച് കുളിച്ച അല്പം ഭേദമുണ്ടായാലോ? വാ.
താക്കോലെടുത്താ അച്ഛൻ ദേഷ്യപ്പെടുവോ? നിനക്ക് നല്ലത്. പോയി കുളിക്കുക. നീ കുളിക്കാണ്ടിരിക്കാൻ തന്നെയാ ഭാവം. നാരായണ, നാരായണൻ ഇല്ലേ അവിടെ? അയാൾക്ക് അപ്പുറത്ത് 100 കൂട്ടം ജോലിയുണ്ട്. എന്നാ കീഴടത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാ. വാസുവും കുളിക്കുമല്ലോ എന്ന് ഞാനും നോക്കട്ടെ. എന്താ? ഇന്നൊരു നല്ല ദിവസമായി. ഇത് വേണോ? അത് ഞാൻ നോക്കോളാം. മോനെ, എന്തിനാ മോനെ വാശി പിടിക്കുന്നത്? പോയി കുളിച്ചൂടെ? എന്റെ ഉണ്ണി ഇന്ന് നല്ല ദിവസമായിട്ട് കുളിക്കാണ്ടിരിക്കുക. എന്താ അയ്യാ, എന്ത് ചോദ്യാ ചോദിക്കണ വാസേവാ? ഇത് തന്റെ വേലിയല്ലേ? എന്റെയോ? പിന്നെ എന്റെയോ? പായസം ഉണ്ടാവോ? ചോദിക്കാണ്ടോ? അതിനെന്തിനാ കുളിക്കണേ? ഇഡ്ഢിത്ത് എഴുന്നള്ളിക്കാണ്ട് ഇങ്ങോട്ട് നടക്കുക. വരാങ്ങട്, ഇങ്ങോട്ട് വരാങ്ങട്. ഓ ഓ, ഇങ്ങോട്ട് വരാൻ. എനിക്ക് വരാൻ. സാവിത്രി, ഞാനിവിടെ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ആ താക്കോല് തുടരുത് തുടരുതെന്ന്. അശ്രീകരങ്ങള്. ഇവിടെ ഇരിക്കാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഈ കയ്യില് നിറയെ ഞാൻ വളയിടിക്കട്ടെ. വള വാങ്ങാൻ കാശ് വേണം. അച്ഛന്റെ മേശയില് കാശിരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരട്ടെ. സുമംഗല ഇവിടെ നിൽക്കുക, ഞാൻ കാശെടുത്തിട്ട് വരാം. അതവിടെ വെക്കാനാ പറഞ്ഞത്. ഇവിടെ എനിക്ക് ചില അവകാശമൊക്കെ ഉണ്ട്, ഇത് ഞാൻ എടുക്കും. വാസുദേവ, അതവിടെ വെക്കാൻ നിന്നോട് ഞാനാ പറഞ്ഞത്. ഇല്ല വാസുദേവ, ആ രൂപ ഇങ്ങോട്ട് തരിക നിനക്ക് നല്ലത്. ഇല്ല, തരില്ല. തല്ലരുത്. തല്ലിയ നീ എന്താ ചെയ്യാ? തല്ലിയ 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 വാതിൽ തുറക്കണ. എന്താ ഒരു അലർച്ച? മനുഷ്യരെ കിടന്നുറങ്ങാനും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ?
മിണ്ടാണ്ട് അവിടെ കിടന്നു, അതാ നിനക്ക് നല്ലത്. എന്താ മോളെ, ഉണ്ണി വല്ല ദുസ്വപ്നവും കണ്ട് പേടിച്ചിട്ടുണ്ടാവും അല്ലേ? മോനെ, മോൻ പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോ. ഉറങ്ങിക്കോ മോളെ. വാതിലടിച്ച് കിടന്നു. അച്ഛാ, ഏട്ടനും ഏട്ടത്തിയും വരുന്നു. എന്താ ഇന്ന് എന്നെ മടങ്ങാന്ന് വെച്ചേ? ഒന്നുമില്ല. സുമംഗലയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ. സുമംഗലയ്ക്ക് അവൾക്ക് വിശേഷമൊന്നുമില്ല. പിന്നെ അല്ല, വിശേഷമൊന്നും ഇല്ല എന്ന് പറയേ. എന്തായി കാണിക്കണേ? എന്റെ പുസ്തകം എല്ലാം കയറി നശിപ്പിച്ചു. ഞാൻ അമ്മയോട് പറയട്ടെ. ദാ. അച്ഛനെവിടേക്കാ? ഇളയൂര് വരെ. ഇളയൂർക്ക് ഇപ്പൊ പോകണ്ട. അത് നീ അങ്ങോട്ട് നിശ്ചയിക്കുക. രാവിലെ തന്നെ എന്തു പറയാനാ കുട്ടി, ഇളയൂര് വരെ ഒന്ന് പോണം. സുമംഗലിക്ക് വിശേഷമൊന്നുമില്ലല്ലോ. അതറിയാനാ ഞാൻ പോണേ. അച്ഛൻ ഇല്ലത്തേക്കാ പോയേക്കണേ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ ആവോ? ആരാ? ഇളയൂര് ഭേഷായിട്ടുണ്ട്. വാസുദേവന്റെ ജോലി അസലായിട്ടുണ്ട്. എന്താ ഭാവം? അതറിയാൻ തന്നെയാ വന്നത്. ഇപ്പൊ എന്ത് പറ്റിന്നായി പറയണേ? പറ്റിയത് എന്റെ കുട്ടിക്കല്ലേ. ഈ ഇല്ലത്തേക്ക് കേറി വരാൻ കഴിഞ്ഞല്ലോ തന്റെ മകൾക്ക്. ആർക്ക് വേണമേ തന്റെ ഇല്ലും സ്വത്തൊക്കെ? ദുഷ്ടൻ. സൂക്ഷിച്ച് സംസാരിച്ചോളൂ. കണ്ടില്ലേ ഭ്രാന്തൻ. അച്ഛാ, എന്റെ കുട്ടി ശവം. എണീറ്റ് പോടാകത്ത്. ത്തിന്റെ മാനം കെടുത്താനുണ്ടായ സന്തതി നേരം വെളുക്കുമ്പോഴേക്കും വന്ന് ഇരുന്നോട് ഓരോരുത്തരെ കണി കാണിക്കാൻ. ഇനി തല്ലരുത്.
വരുമോ സവ? സാരല്ലാട്ടോ. നമുക്ക് പോവാം കുട്ടി, ഇല്ലത്തേക്ക് പോവാം. ഞാനിനി പോന്നിട്ട് എന്തിനാച്ച? സ്വത്തില്ലെങ്കിലും നമ്മുടെ ഇല്ലത്ത് സമാധാനം ഉണ്ടാവുമല്ലോ. സമാധാനം? ആ ദുഷ്ടൻ എന്റെ കുട്ടിയെ നശിപ്പിച്ചു. സാരില്ല സാരില്ല അത്രേ. അയാളുടെ കുട്ടിക്കാണെങ്കിലോ? പുറപ്പെടൂ, പുറപ്പെട്ടോളൂ. വേണ്ടച്ച, അച്ഛൻ പൊയ്ക്കോളൂ. എന്റെ വിധി ഇതായിരിക്കും. പുസ്തകത്തിലെ എന്താ ഹരി? എന്തിനാ കരയണത്? ഇല്ലത്ത് ആരോടും മിണ്ടണില്ല. സാരില്ല, കരയാതിരിക്കൂ. വരൂ, അകത്തേക്ക് പോ.
ഇന്ന് എവിടേക്കാ യാത്ര? മയിലാടിപ്പാറയിൽ കുറെ ആദിവാസി കുടുംബങ്ങളുണ്ട്. അത് ശരി. അവര് ഇന്ന് വരുമോ വിനയന്റെ ഈ അഭ്യാസത്തിനൊക്കെ? വളരെ ബുദ്ധിമുട്ടി ഒരുവിധം സമ്മതിപ്പിച്ചിട്ടുണ്ട്. പതിവ് പോലെ പുലരാങ്കാലാവും തിരിച്ചെത്തുമ്പോ അല്ലേ? വിഷ്ണു എവിടെ? അവിടെ രോഗികളെ നോക്കണ്ടാവും. ശരി, വരട്ടെ. സുമ ഇവിടെ? വിനയൻ, ഞാൻ കുറച്ചാളായി ഇവിടെയാണ്. ഇവിടുത്തെ ചെറിയ ഡോക്ടർ എന്റെ ക്ലാസ്മേറ്റാ. സമാധാനായി. പരിചയക്കാരുണ്ടല്ലോ. വരൂ. വിഷ്ണു, യാത്ര വേണ്ടെന്ന് വെച്ചോ? യാത്ര മുടങ്ങി. പേടിക്കണ്ട, ഒന്നുള്ളൂ. ഏയ് വാ വാ വാ. ഞാൻ കാണു വിചാരിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ട നന്നായി. റേഡിയോ നിലയത്തിൽ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് എന്റെ പാട്ട്? ഞാൻ യേശുദാസിനെ പോലെ പാടും. പാടട്ടെ? വരൂ. വരൂ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പറഞ്ഞത് കേട്ടിട്ട് അസുഖം വാസുദേവന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. അച്ഛന്റെ പെരുമാറ്റത്തിന്റെ അർത്ഥം ആർക്കും പിടികിട്ടണില്ല. വാസുദേവൻ ഇപ്പോഴെങ്ങനെയുണ്ട്? 2 ദിവസമായി നല്ല ഉറക്കം കിട്ടുന്നില്ല. ഇനി എളുപ്പത്തിൽ മാറുമെന്ന് തോന്നണു. ഏട്ടൻ കർമ്മബന്ധങ്ങളെ കുറിച്ച് ഇടയ്ക്ക് പറയാറുണ്ട്. ഇതും അക്കൂട്ടത്തിലൊന്നായിരിക്കാം. രാഗെങ്ങനെയുണ്ട്? ഇടയ്ക്ക് ഇതൊരു ആശ്വാസം. മ്യൂസിക് അക്കാഡമിയിലെ സ്റ്റുഡന്റ് അല്പം കുറവുണ്ട്. റൗണ്ട്സ് കഴിഞ്ഞു. ഈ ആശുപത്രി സംബന്ധിച്ച് റൗണ്ട്സ് കഴിഞ്ഞില്ല. എക്സെൻട്രിക് സർക്കിൾ ആണല്ലോ. അച്ഛൻ പറഞ്ഞാൽ പറയണം കേട്ടോ. സിഗരറ്റ് വലിക്കുന്ന കാണണ്ട. ഇത്ര കേട്ടോ അച്ഛനെ ഭയമാണോ? ഭയമാണോ? കസേരക്കടുത്ത് ചാരി വെച്ചിരിക്കും ചുരുളൊടി കണ്ടില്ലേ? ആയുർവേദവും അലോപ്പതിയും കൂടി എങ്ങനെ ഒരുമിച്ച് പോകുന്നു? നീ ഇത്ര വിട്ടിയായാലോ? അത് വളരെ എളുപ്പമല്ല. അപകടകാരികളല്ലാത്തവരെ അലോപ്പതി ചികിത്സിക്കുന്നു, അതായത് ഞാൻ. അപകടകാരികളായവരെ ആയുർവേദം ചികിത്സിക്കുന്നു, അതായത് എന്റെ അച്ഛൻ. വാ,
ഞാൻ കാണുന്ന വിചാരിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടത് നന്നായി. ഇതാ ഇതാ ഇതാ. തൊടണ്ട തൊടണ്ട. എന്റെ വാസുദേവ, കൊന്നു കളയലോ ഏമ്പോക്കിയോള്. വന്നിട്ട് അധികം നേരായോ? നേരത്തെ എത്താഞ്ഞത് എന്റെയും കുട്ടികളുടെയും ഭാഗ്യാന്ന് വെച്ചോളൂ. ഇതാ തരന്നിച്ചങ്ങട്ട് വരില്ലായിരുന്നു. എന്തായി കാണണേ? അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ, അശ്രീകരം. ഇങ്ങോട്ട് പോന്നുള്ളൂ. ആ നാരായണൻ അവിടെ. അവൻ ഒരാഴ്ച ഇവിടെ തന്നെ അങ്ങോട്ട് കഴിയട്ടെ. ഞാൻ ഊണ് കഴിഞ്ഞ് ഇന്ന് തന്നെ അങ്ങോട്ട് പോവേ. ഇനി ഇങ്ങോട്ട് വരണ്ടി വരില്ല കേട്ടോ. മരുന്നുകളെല്ലാം കൃത്യസമയത്ത് കൊടുക്കാൻ മറക്കണ്ടാട്ടോ. ശരി, അങ്ങനെ ആവട്ടെ. വാ മോനെ, പോവാ. കൊല്ലൂല വിറ്റങ്ങളെ. ഇവിടെ ആരും ഇല്ലേ ഈ കുളത്തൊന്ന് വിടിയിക്കാൻ? നാരായണ, എന്താ? അഴിക്ക. അപ്പൊ നാരായണ, താൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ കുട്ടിയോട് എഴുത്തയക്കാൻ പറഞ്ഞോളൂ. ഞാനിപ്പൊ തന്നെ പോവുക. വിവരത്തിന് ഒരു കത്തയക്കായിരുന്നില്ലേ സുമംഗലെ നിനക്ക്? വസുധയ്ക്ക് അമ്മയുടെ കത്തുണ്ടായിരുന്നു. ഞാനുടനെ പോവാണ്. അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ ഇല്ലത്ത്. ഇവന് നിന്നെ കാണുന്ന ഒരേ ഒരു വാശി. കൂടെ കൊണ്ടുപോകുന്നു. പോപ്പോളെ, ഈ ഏട്ടന് പ്രാന്താ. ആരിവിടെ വരൂ. ഇപ്പൊ നിന്നോട് വിശേഷം ഒന്നും ചോദിക്കണില്ല. പറയാൻ ഇശ്ശി ഉണ്ടാവുമെന്നറിയാം. സ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി തത്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്നു
ഭഗ്നസിംഹാസനം നൽകി. നഷ്ടസ്വർഗങ്ങളെ മനസ്സിൽ പീലി വിടർത്തി നിന്നാടിയ മായാമയൂരമിന്നെവിടെ? കൽപ്പന മഞ്ജുമയൂരമിന്നെവിടെ? അമൃത കുംഭങ്ങളാൽ അഭിഷേകമാടിയ ആഷാഢ പൂജാരിയെവിടെ? അകന്നേ പോയി മുകിൽ അലിഞ്ഞേ പോയി അനുരാഗമാരിവിൽ മറഞ്ഞേ പോയി നഷ്ടസ്വർഗങ്ങളെ. കരളാലവളൻ കണ്ണീരു കോരി കണ്ണിലൻ സ്വപ്നങ്ങളെഴുതി ചുണ്ടിലൻ സുന്ദര കവനങ്ങൾ തിരുകി ഒഴിഞ്ഞൊരാ വീതിയിൽ കൊഴിഞ്ഞൊരൻ കാൽപ്പാടിൽ വീണപൂവായവൾ പിന്നെ അകന്നേ പോയി നിഴൽ അകന്നേ പോയി അഴലിൻ്റെ കഥയതു തുടർന്നേ പോയി നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി. തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. ഈ മരുന്ന് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കണം. വിശേഷങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. പക്ഷെ മരുന്നല്ല പ്രധാനം, അറിയാലോ. എന്താ? അങ്ങോട്ട് തന്നെയാണല്ലോ തിരിച്ചു പോകേണ്ടത്. അത് സാരില്ല. ഫാദറിൽ അവന്റെ സ്വഭാവം മാറാതിരിക്കില്ല. ഒരാൾക്ക് എന്നും ഒരേ ഭാവം നിലനിർത്താൻ കഴിയില്ലല്ലോ. അച്ഛാ, വാസുദേവൻ പോവായി. ഓഹോ, വാസുദേവനോടെ വരിക? കുഴപ്പമൊന്നുമില്ലല്ലോ, ഒക്കെ നേരെയാവും. സുമംഗല പറയണ കേട്ടങ്ങോട്ട് നടന്നോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുക. ആ ആ
സുമംഗല എന്റെ സ്നേഹിതന്റെ സഹോദരി മാത്രാണോ? എന്താന്നും മിണ്ടാത്തെ? എന്തേ നിന്റെ കൊഴിഞ്ഞു പോയൊരു സ്വപ്നം? കാരണം പോടോർന്നു. രാജ രാജ പോയല്ലോ. റാണി 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 മഹാറാണി അമ്പലപ്പുറമ്പാണ്. മാഷേ ഇത് എവിടെ നിന്നാണ്? ആശുപത്രി വരെ പോയിരുന്നു. ഒരു മണിക്ക് കുറച്ച് സാധനം കൂടെ മേടിച്ചു. സഞ്ചി ഞാൻ പിടിക്കണം. ആ കൊണ്ടാ. ഓ ആ നടക്കും. വരൂ. ചീട്ടൊന്നും ഇറക്കിഷ്ട. ഏത് സാറിനെ? മറ്റേ ആ സാറിനെ പറ്റി വല്ല വിവരം ഉണ്ടാ മാഷേ? ആ പാട്ട് പിടിക്കുന്ന ആളെ അത് തന്നെ. കുറെ നാൾ മുമ്പ് അയാളുടെ ഒരു കത്തുണ്ടായിരുന്നു. എന്തേ ചോദിക്കാൻ? ഒന്നുമില്ല. ഇവിടുന്ന് അയാൾ ആദ്യം ഞാൻ കണ്ടത് കഴിഞ്ഞ കൊല്ലം ഈ കാലത്ത്. ഓ, വിനയം വന്നു പോയിട്ട് ഒരു കൊല്ലാവാറായിരിക്കണം. ഇക്കൊല്ലം ഇവിടുത്തെ വേലയ്ക്ക് വരുവാവും. വരാമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. തിരുമേനിക്കുട്ടി അറിഞ്ഞോ? എന്താ? നമ്മുടെ വാരസ്യാരി മരിച്ചു. രാവിലെ 11:30 മരിച്ചത്. ഞാൻ അവിടെ നിന്നാ വരണത്. മാഷേ കല്യാണൊക്കെ കഴിഞ്ഞ് ബീഡറൊക്കെ ആയിപ്പോ നിങ്ങൾ ഞമ്മളൊക്കെ മറന്നെടുക്കണില്ലേ മാഷേ? അതെന്താ അലവിക്കുട്ടിക്ക് അങ്ങനെ പറഞ്ഞത്? ഞമ്മള് ബെറുക്കനെ പറഞ്ഞതല്ലേന്ന്. അത് ശരി. ആ കുറച്ച് ദിവസമായി ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഞമ്മൾ അറിഞ്ഞെടുക്കണ്. എന്നാലും നിങ്ങളുടെ പെങ്ങളുടെ കല്യാണക്കാര്യത്തില് ഒന്നുകൂടി ചിന്തിച്ച് ചെയ്യണ്ടായിരുന്നു. വാസിയവന് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല അലവിക്കുട്ടിക്ക. ഇനിയിപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. ദേ ബൈക്കിനും ബക്കാണത്തിനൊന്നും പോണ്ടാട്ടാ. ശരി, എല്ലാം പടച്ചോന്റെ പണിയാന്ന് വിചാരിച്ച് കയ്യ. വേറൊരു കാര്യം ആലോചിച്ചതിലും കഷ്ട. ആ ബാരിശ്ശാരുട്ടീന്റെ അതിനാകെ ഒരു ആശയാ തള്ളയായിരുന്നു. അവതാരിച്ച് എന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ചന്തയിലൊന്ന് പോണം. അപ്പൊ ഞമ്മള് പോട്ടെ മാഷേ? ഇൻഷാ അല്ലാ. ചോറുണ്ടെന്നിട്ടുണ്ട്. എന്തിനാ ഹരി എന്നും ചോറ് കൊണ്ടുവരണേ? ഊണ് കഴിക്കാതെ എങ്ങനെയാ ജീവിക്കാ? നാളെ മുതൽ ചോറ് കൊണ്ടുവരണ്ട കേട്ടോ. എന്താ? എനിക്കൊരു വിഷമമില്ല. അതല്ല ഹരി, നാളെ മുതൽ അമ്പലത്തിൽ പോയി തുടങ്ങും. എന്തിനു ചേച്ചിക്ക് ഒറ്റയ്ക്കൂടെ കഴിയാൻ പേടിയാവില്ലേ? അമ്മ ഉണ്ടായിരുന്നപ്പോ ഒച്ചണൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? ഒന്നുമില്ലാത്തവർക്ക് ആരെ പേടിക്കാനാ ഹരി? അല്ലെങ്കിൽ ഇല്ലത്തൊന്നും ആവശ്യമുള്ളൂ. അച്ഛനോട് ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം. ഏട്ടനോട് ഒന്നിവിടം വരെ വരാൻ പറയൂ. ഇപ്പോഴോ? എപ്പോഴെങ്കിലും. അന്തിനേച്ചി ഊണ് കഴിച്ചില്ലല്ലോ.
1,29,1030. ദൈവം വരുത്തണയൊക്കെ സഹിക്ക, അല്ലാതെ എന്താ ചെയ്യ. പോട്ടെ മോളെ. എനിക്കണ്ട, അവിടെ ഇരുന്നുള്ളൂ. നാളെ മുതൽ അമ്പലത്തിൽ പോവാന്ന് ഹരി പറയണ കേട്ടു. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞു പോയാ പോരെ? വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനായിരുന്നു. എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല, ബോധ്യപ്പെടുത്താനും ആരുമില്ല. എന്താ നന്ദിനി? തെറ്റിദ്ധരിക്കൂ. പറഞ്ഞോളൂ. ആ ശാന്തിക്കാരൻ കുറെ നാളായി ശല്യം ചെയ്യണു, അതും ഇതും പറഞ്ഞു. ഞാൻ അയാളുടെ കൂടെ താമസിക്കട്ടെ? നന്ദിനി പറയുന്നത് എന്തും ശരിയാണെന്ന് സമ്മതിച്ചു തരാൻ ഞാൻ ഒരുക്കാം. എനിക്കാരെയും രക്ഷിക്കാനായില്ല നന്ദിനി, എന്റെ പോലും. നല്ല പോരട്ടെ. ഈ പ്രാവശ്യം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അയാളെ ദുട്ടുകാവില് കഥാപാത്രം നടത്തിയിട്ട് ആൾക്കാരെ തല്ലു ഓടിച്ചല്ലേ. ഈ പ്രാവശ്യം ഇതൊക്കെ ചെയ്യേണ്ട വലിയൊരു കാര്യമില്ല. എന്താ പറയട്ടെ അതൊക്കെ? ദാസേട്ടൻ അകത്തുണ്ട്. ദാസേട്ടാ, ദാസേട്ടാ. എന്തു പറ്റി? ഒന്നുമില്ലടാ, ഒരു നീർവീഴ്ച. ദാസേട്ടൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഇത്തവണ നീ നേരത്തെ എത്തിയല്ലേ? ആര് കൊടാനി? ആ, ഞാൻ 2 ദിവസം മുമ്പേ മാഷോട് ചോദിച്ചേ ഉള്ളൂ. മറന്നിട്ടില്ല അല്ലേ? മറക്കേ? അങ്ങനെ മറക്കാൻ ഒക്കുവോ വളക്കച്ചവടക്കാരനെ? ഇത് ഭാര്യയും കുട്ടികളാണല്ലേ? ആ, ഞാൻ സാറിന്റെ കൂടെ വരണോ? വേണ്ട, കുട്ടികളെ ഉത്സവം കാണിക്കാം. ഉത്സവമല്ല, വേല. കുട്ടികൾക്ക് വേല കാണാം. സാറ് തന്നെ. അയ്യോ കുട്ടികളെ പറ്റിയിട്ടല്ലേ പറയാൻ എടാ.
അല്ലേ? സുമംഗലേ, എന്താ ഏട്ടാ? നീ ഒറ്റയ്ക്കാണോ വന്നത്? അതെ. എന്താ ഇവിടെ? ഇതുവരെ നമ്പൂരാരുടെ ഉത്സവത്തിന് പോയിട്ടുള്ളൂ. പറയരുടെ വേലയൊന്ന് കാണാന്ന് വെച്ചു. ആ കുട്ടികളുടെ വിചാരം അവർ വളരെ ദൂരം പോയെന്നാണ്. പക്ഷേ അവരെ അറിയണില്ല. പുറപ്പെട്ട സ്ഥലത്താണ് തിരിച്ചു. സുമംഗലേ, നിനക്ക് എന്തു പറ്റി? എന്താണ് ഉണ്ടായത്? പറയൂ. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഏട്ടാ. അന്ന് ഡോക്ടറുടെ മുറി വെച്ച് പറഞ്ഞില്ലേ, ഒരാൾക്ക് എന്നും ഒരേ ഭാവം നിലനിർത്താൻ കഴിയില്ല എന്ന്. ചിലർക്ക് അതിന് കഴിയും. അപ്പോൾ വാസുദേവന്റെ അസുഖം വർദ്ധിച്ചു അല്ലേ? മുമ്പത്തേക്കാൾ കൂടുതലായി. അതുകൊണ്ടാണോ നീ പോന്നത്? അങ്ങനെയാണെങ്കിൽ വളരെ മുൻപേ ഞാൻ വരുമായിരുന്നു. പിന്നെ ഏട്ടനോട് അതെങ്ങനെയാ പറയാ? പറയൂ. അത് പറയണ തന്നെ വിഷമമാണ്. പറഞ്ഞോളൂ. അനുഭവിച്ചതിനേക്കാൾ വിഷമം ഉണ്ടാവില്ലല്ലോ പറഞ്ഞു തീർക്കാൻ. ഞാൻ പറയാം. മോളെ, കുളിക്കാൻ പോവില്ലേ? പഴയടത്തപ്പന് അസുഖം കൂടുതലാണത്രേ. ജാനുവിനെയും കൂട്ടി ഞാനൊന്ന് അവിടം വരെ പോയിട്ട് വരാം.
എനിക്ക് എന്റെ അച്ഛനെ പേടിയാ. അഗ്നിഷ്ടേപതിസ്തുരീയസ്തേ മനുഷ്യജ ഗൃഭ്രാമിതേ സൗഭഗത്വായ ഹസ്തം മയാപത്യാജരദഷ്ടിര്യഥാസ ഭഗോ അര്യമാ സവിതാ പുരന്ധിർമഹ്യം ത്വാ ദുർഗാർഹപത്യായ ദേവാ സോമ പ്രഥമോ വിദിതേ ഒരു മണിക്ക് കുറച്ച് സാധനം കൂടെ മേടിച്ചു. സഞ്ചി ഞാൻ പിടിക്കണോ? ആ കൊണ്ടാ. ഓ ആ നടക്കും. വരൂ. ചീട്ടുന്നേർക്കിഷ്ട ഏത് സാറിനെ? മറ്റേ ആ സാറിനെ പറ്റി വല്ല വിവരം ഉണ്ടാ മാഷേ? ആ പാട്ട് പിടിക്കുന്ന ആളെ അത് തന്നെ. കുറെ നാൾ മുമ്പ് അയാളുടെ ഒരു കത്തുണ്ടായിരുന്നു. എന്തേ ചോദിക്കാൻ? ഒന്നുമില്ല. ഇവിടുന്ന് അയാൾ ആദ്യം ഞാൻ കണ്ടത് കഴിഞ്ഞ കൊല്ലം ഈ കാലത്ത്. ഓ, വിനയം വന്നു പോയിട്ട് ഒരു കൊല്ലാവാറായിരിക്കണം. ഇക്കൊല്ലം ഇവിടുത്തെ വേലയ്ക്ക് വരുവാവോ? വരാമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. വലിച്ചെറിയുള്ള
പുല്ലുവായി വായി തിരുമേനിക്കുട്ടി അറിഞ്ഞോ? എന്താ? നമ്മുടെ വാരസ്യാരി മരിച്ചു. രാവിലെ 11:30 മരിച്ചത്. ഞാൻ അവിടെ നിന്നാ വരണത്. ആളും പേരില്ലാത്തവരൊക്കെ മരിച്ചാതെ രണ്ടെന്താ തട്ടകത്തൊരുമിച്ചും വെള്ളമൊക്കെ ആന കാണാൻ പോണ്. മാഷേ കല്യാണൊക്കെ കഴിഞ്ഞ് ബീഡറൊക്കെ ആയിപ്പോ നിങ്ങൾ ഞമ്മളൊക്കെ മറന്നെടുക്കണില്ലേ മാഷേ? അതെന്താ അലവിക്കുട്ടിക്ക് അങ്ങനെ പറഞ്ഞത്? ഞമ്മള് ബെറുക്കനെ പറഞ്ഞതല്ലേന്ന്. അത് ശരി. ആ കുറച്ച് ദിവസമായി ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഞമ്മൾ അറിഞ്ഞെടുക്കണ്. എന്നാലും നിങ്ങളുടെ പെങ്ങളുടെ കല്യാണക്കാര്യത്തില് ഒന്നുകൂടി ചിന്തിച്ച് ചെയ്യണ്ടായിരുന്നു. വാസിയവന് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു അസുഖം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല അലവിക്കുട്ടിക്ക. ഇനിയിപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. ദേ ബൈക്കിനും ബക്കാണത്തിനൊന്നും പോണ്ടാട്ടാ. ശരി, എല്ലാം പടച്ചോന്റെ പണിയാന്ന് വിചാരിച്ച് കയ്യ. വേറൊരു കാര്യം ആലോചിച്ചതിലും കഷ്ട. ആ ബാരശ്ശാരുട്ടീന്റെ അതിനാകെ ഒരു ആശയാ തള്ളയായിരുന്നു. അവതാരിച്ച് എന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ചന്തയിലൊന്ന് പോണം. അപ്പൊ ഞമ്മള് പോട്ടെ മാഷേ. ഇൻഷാ അല്ലാ. ചോറുണ്ടെന്നിട്ടുണ്ട്. എന്തിനാ ഹരി എന്നും ചോറ് കൊണ്ടുവരണേ? ഊണ് കഴിക്കാതെ എങ്ങനെയാ ജീവിക്കാ? നാളെ മുതൽ ചോറ് കൊണ്ടുവരണ്ട കേട്ടോ. എന്താ? എനിക്കൊരു വിഷമമില്ല. അതല്ല ഹരി, നാളെ മുതൽ അമ്പലത്തിൽ പോയി തുടങ്ങും. എന്തിനു ചേച്ചിക്ക് ഒറ്റയ്ക്കൂടെ കഴിയാൻ പേടിയാവില്ലേ? അമ്മ ഉണ്ടായിരുന്നപ്പോ ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? ഒന്നുമില്ലാത്തവർക്ക് ആരെ പേടിക്കാനാ ഹരി? അല്ലെങ്കിൽ ഇല്ലത്തൊന്നും ആവശ്യമുള്ളൂ. അച്ഛനോട് ഏട്ടനോട് ഞാൻ പറഞ്ഞോളാം. ഏട്ടനോട് ഒന്നിവിടം വരെ വരാൻ പറയൂ. ഇപ്പോഴോ? എപ്പോഴെങ്കിലും. അന്തിനേച്ചി ഊണ് കഴിച്ചില്ലല്ലോ. ഒരു 1,29,130. ദൈവം വരുത്തണേക്കെ സഹിക്ക, അല്ലാതെ എന്താ ചെയ്യ. പോട്ടെ മോളെ. എനിക്കണ്ട, അവിടെ ഇരുന്നോളൂ. നാളെ മുതൽ അമ്പലത്തിൽ പോവാന്ന് ഹരി പറയണ കേട്ടു. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞു പോയാ പോരെ? വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനായിരുന്നു. എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ല, ബോധ്യപ്പെടുത്താനും ആരുമില്ല. എന്താ നന്ദിനി? തെറ്റിദ്ധരിക്കൂ. പറഞ്ഞോളൂ. ആ ശാന്തിക്കാരൻ കുറെ നാളായി ശല്യം ചെയ്യണു, അതും ഇതും പറഞ്ഞു. ഞാൻ അയാളുടെ കൂടെ താമസിക്കട്ടെ? നന്ദിനി പറയുന്നത് എന്തോ ശരിയാണെന്ന് സമ്മതിച്ചു തരാൻ ഞാൻ ഒരുക്കാം. എനിക്കാരെയും രക്ഷിക്കാനായിട്ട് നന്ദിനി.
എന്തേ പോലും. നല്ല പോരട്ടെ. ഈ പ്രാവശ്യം നിങ്ങൾ എന്തിനാണ് മോഹനര കഴിഞ്ഞ പ്രാവശ്യം അയാളെ തൊട്ടുകാവില് കഥാപാത്രം നടത്തിയിട്ട് ആൾക്കാർ തല്ലു ഓടിച്ചല്ലേ. ഈ പ്രാവശ്യം ഇതൊക്കെ ചെയ്യേണ്ട വലിയൊരു കാര്യമില്ല. എന്താ പറയട്ടെ അതൊക്കെ? ദാസേട്ടൻ അകത്തുണ്ട്. ദാസേട്ടാ, ദാസേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ലടാ, ഒരു നീർവീഴ്ച. ദാസേട്ടൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ഇത്തവണ നീ നേരത്തെ എത്തിയല്ലേ? ആര്? കൊടാനി? ആ, ഞാൻ 2 ദിവസം മുമ്പേ മാഷോട് ചോദിച്ചേ ഉള്ളൂ. മറന്നിട്ടില്ല അല്ലേ? മറക്കേ? അങ്ങനെ മറക്കാൻ ഒക്കുവോ വളക്കച്ചവടക്കാരനെ? ഇത് ഭാര്യയും കുട്ടികളാണല്ലേ? ആ, ഞാൻ സാറിന്റെ കൂടെ വരണോ? വേണ്ട, കുട്ടികളെ ഉത്സവം കാണിക്കും. ഉത്സവമല്ല, വേല. കുട്ടികൾക്ക് വേല കാണാം. സാറ് തന്നെ. അയ്യോ കുട്ടികളെ പറ്റിയിട്ടല്ലേ പറയാൻ എടാ.
ഇതുവരെ നമ്പൂരാരുടെ ഉത്സവത്തിന് പോയിട്ടുള്ളൂ. പറയരുടെ വേലയൊന്ന് കാണാന്ന് വെച്ചു. ആ കുട്ടികളുടെ വിചാരം അവർ വളരെ ദൂരം പോയെന്നാണ്. പക്ഷേ അവരറിയണില്ല പുറപ്പെട്ട സ്ഥലത്താണ് തിരിച്ചു. നിനക്ക് എന്ത് പറ്റി? എന്താണ് ഉണ്ടായത്? പറയൂ. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഏട്ടാ. അന്ന് ഡോക്ടറുടെ മുറി വെച്ച് പറഞ്ഞില്ലേ, ഒരാൾക്ക് എന്നും ഒരേ ഭാവം നിലനിർത്താൻ കഴിയില്ല എന്ന്. ചിലർക്ക് അതിന് കഴിയും. അപ്പോൾ വാസുദേവന്റെ അസുഖം വർദ്ധിച്ചു അല്ലേ? മുമ്പത്തേക്കാൾ കൂടുതലായി. അതുകൊണ്ടാണോ നീ പോന്നത്? അങ്ങനെയാണെങ്കിൽ വളരെ മുൻപേ ഞാൻ വരുമായിരുന്നു. പിന്നെ ഏട്ടനോട് അതെങ്ങനെയാ പറയാ? പറയൂ. അത് പറയുന്ന തന്നെ വിഷമമാണ്. പറഞ്ഞോളൂ. അനുഭവിച്ചതിനേക്കാൾ വിഷമം ഉണ്ടാവില്ലല്ലോ പറഞ്ഞു തീർക്കാൻ. ഞാൻ പറയാം. മോളെ, കുളിക്കാൻ പോവില്ലേ? പഴയടത്തപ്പന് അസുഖം കൂടുതലാണത്രേ. ജാനുവിനെയും കൂട്ടി ഞാനൊന്ന് അവിടം വരെ പോയിട്ട് വരാം.
എനിക്ക് എന്റെ അച്ഛനെ പേടിയാ. അഗ്നിഷ്ടേപതിസ്തുരീയസ്തേ മനുഷ്യജ ഗൃഭ്രാമിതേ സൗഭഗത്വായ ഹസ്തം മയാപത്യാജരദഷ്ടിര്യഥാസ ഭഗോ അര്യമാ സവിതാ പുരന്ധിർമഹ്യം ത്വാ ദുർഗാർഹപത്യായ ദേവാ സോമ പ്രഥമോ